ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷാരിക്കടൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ മുടിക്ക് കറുപ്പുണ്ടാവാനും അതുപോലെ തന്നെ താരം മാറാനായിട്ട്, തലയിൽ ചൊറിച്ചിൽ മാറാനായിട്ടും ബെസ്റ്റായിട്ടുള്ളൊരു ഓയിലിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചുറ്റുവട്ടത്തും കിട്ടാവുന്ന രീതിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് വേണ്ടത് നെല്ലിക്കയാണ് കേട്ടോ. നമ്മുടെ നാടൻ നെല്ലിക്കയില്ലേ, അതെടുക്കുക. കേശവർദ്ധനി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അതിൻ്റെ ഇലയും പൂവൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് പറയുന്നത് ഒന്നല്ലെങ്കിൽ സവാള എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി എടുക്കാം. രണ്ടിനും ഒരേ ഗുണങ്ങൾ തന്നെയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ 4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചാണ് ഉണ്ടാക്കണുള്ളൂ. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 1.5 ലിറ്റർ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് മസ്റ്റായിട്ടും വേണ്ടത് ആര്യവേപ്പിലയാണ്. ആര്യവേപ്പില നിങ്ങൾക്ക് അറിയണം, നമ്മുടെ എന്താ പറയുക, സ്കാൽപ്പിൽ ഉണ്ടാവണ എന്താ പറയുക അണുബാധകളും ഒക്കെ അടിപൊളിയായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. താരനൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനും തലയിലുള്ള ചൊറിച്ചിലൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ നല്ല രീതിയിലൊരു സ്പൂണോ മറ്റോ വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആ എണ്ണയിലേക്ക് ഫസ്റ്റ് തന്നെ അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു എണ്ണയിൽ അതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടില്ല. ഇനി നിങ്ങൾക്ക് ടൈമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു നൈറ്റ് ഫുള്ളും വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് ഉണ്ടാക്കിയാലും അടിപൊളിയാണ്. അപ്പോൾ കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. എണ്ണയിൽ അതിൻ്റെ എല്ലാ സത്തുകളും എണ്ണയിൽ കിട്ടും. അപ്പോൾ നമുക്ക് കാച്ചിയെടുക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ ഞാനിപ്പം ഒരു വിധത്തിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കാച്ചി വെളിച്ചെണ്ണകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. എന്നാലാണ് അതിൻ്റെ ഒരു ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ചെറിയ ചൂടിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, താരൻ, അതുപോലെ മുടി കൊഴിച്ചിലായിക്കോട്ടെ, നമ്മുടെ മുടി വളരാനായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ തലയിലെ എല്ലാ പ്രോബ്ലംസിനും, ഒരുവിധം പ്രോബ്ലംസിനൊക്കെ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ആ ഓയിൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ തന്നെ കണ്ടോ, നല്ല രീതിയിൽ പച്ച കളറായിട്ട് കേട്ടോ നമ്മുടെ എണ്ണ. അപ്പോൾ ഇനി ഇത് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ആ ഒരു മൊരിയണ പാകില്ലേ, നമ്മുടെ എണ്ണയുടെ പാകമുണ്ടല്ലോ, എണ്ണ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമ്മുടെ അതിങ്ങനെ പിരുപിരാന്നിരിക്കും ഇങ്ങനെ. ആ ഒരു പാകം ആവണേക്കാളും കുറച്ച് മുന്നേ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കണം. കാരണം ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടിയും കരിയാൻ സാധ്യതയുണ്ട്, നമ്മൾ ഇറക്കി വെച്ചിട്ട് ഒരു ചൂടിലിരുന്നിട്ട്. കാരണം ഇറക്കിയ സമയത്ത് തന്നെ നമുക്ക് അരിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ, അരിപ്പൊക്കെ ഉരുകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായാലും അത് ആ ഇതിൽ ഇരുന്നിട്ട് ഒന്നും കൂടി മൊരിയും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മൊരിയണേക്കാളും മുന്നേ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ആ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം പിടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഞാനിത് ഇപ്പോൾ തന്നെ അരിച്ച് മാറ്റാനാണ് ഉദ്ദേശം, കാരണം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാണ്ടിരിക്കും. എങ്ങനെ പോയാലും ഒരു 7-8 മാസമൊക്കെ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ഓയിലാണ്, നല്ല റിസൾട്ടാണ്. കുഞ്ഞു മക്കൾക്ക്, 1 വയസ്സ് മുതലുള്ള മക്കൾക്ക് തൊട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന അടിപൊളി ഓയിലാണ്. നിങ്ങളിത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ റോസ്മേരിയും അങ്ങനെ ഒരുപാട് ഔഷധക്കൂട്ടുകൾ അടങ്ങിയിട്ടുള്ള ഓയിലാണ് കേട്ടോ. അത് മുടിയുടെ എല്ലാ പ്രോബ്ലംസിനും നല്ലതാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ആ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.